ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ യു എയിലേക്ക് ജോലിക്ക് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എനിക്കിന്ന് നല്ല പനിയുണ്ട് കേട്ടോ. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെയിലി വീഡിയോ ചെയ്യുവാണേ. അപ്പം നമുക്ക് വൺസ് യു എയിൽ ജോലിക്ക് അപ്ലൈ ചെയ്ത് എംപ്ലോയേഴ്സിൻ്റെ അടുത്തുനിന്ന് കോള് വന്നു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എംപ്ലോയേഴ്സ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ ചെയ്യും കേട്ടോ. ഒന്നെങ്കിൽ ഓൺലൈനോ അല്ലെങ്കിൽ ഓഫ്ലൈനോ ആയിട്ടായിരിക്കും. എനിക്കാണെങ്കിൽ ഓഫ്ലൈനായിട്ട് ബാംഗ്ലൂർ വെച്ചാണ് ഇൻ്റർവ്യൂ നടന്നത്. അവിടെ ഡയറക്റ്റ് പോയി അറ്റൻഡ് ചെയ്താണ് ഞാൻ സെലക്ട് ആയത്. ഇൻ്റർവ്യൂ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാവേ. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പം നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒരു ഹാർഡ് കോപ്പി കയ്യിൽ കീപ്പ് ചെയ്യണം കേട്ടോ. അത് മാൻഡറ്ററി ആണേ. അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്യൂമയുടെ കോപ്പിയും പാസ്പോർട്ട് സൈസ് ഫോട്ടോസിൻ്റെ കോപ്പിയും നിങ്ങൾ ക്യാരി ചെയ്യണം കേട്ടോ. അതിപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അവരത് ഡയറക്റ്റ് നിങ്ങളോട് ചോദിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മാൻഡറ്ററി ആയിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നിങ്ങളുടെ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്. പിന്നെ ഫോർമൽ അറ്റയർ ആണെങ്കിൽ ഫോർമൽ അറ്റയർ. നമ്മൾ ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതിന് ആപ്റ്റായിട്ടുള്ള ഫോർമൽ അറ്റയറോ അവരെന്താണോ പ്രിഫർ ചെയ്യുന്നത് ആ അറ്റയറിലേ നിങ്ങൾ പോകാവുള്ളൂ. അത് മസ്റ്റാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞു തരാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നല്ല സ്കിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. നിങ്ങളുടെ CV കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഗ്രൂമിങ്ങിനോ അറ്റയറിനോ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ അത് റിജക്ഷനൊരു കാരണമാകും കേട്ടോ. പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ അവർ കൺഫർമേഷൻ മെയിലോ അങ്ങനെ അയക്കും. അപ്പോൾ അത് അയച്ചു കഴിഞ്ഞാലും അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് നമ്മുടെ ഓഫർ ലെറ്റർ. അത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തറോവായിട്ട് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ഡെസിഗ്നേഷന്, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, പിന്നെ നിങ്ങൾ ഡിസ്കസ് ചെയ്ത സാലറി തന്നെയാണോ എന്നും മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ ഓഫർ ലെറ്റർ പ്രൊവൈഡ് ചെയ്യാത്ത ഒരു കമ്പനിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകരുത്. അവർ പറയാം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞ് ഓഫർ ലെറ്ററും കാര്യങ്ങളും എല്ലാം തരാമെന്ന്. അങ്ങനെയുള്ള ഒന്നിൽ റിസ്ക് എടുക്കാൻ പോകരുത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വിസ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തൊക്കെയായാലും എനിക്കുള്ള 25 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ ഡെയിലി വീഡിയോ ചെയ്യാം കേട്ടോ. ഇച്ചിരി പനിയൊക്കെ ആണെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെയിലി വീഡിയോ ഇടാവേ. അപ്പോൾ താങ്ക് യു ഓൾ.